ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഗവേഷണ പ്രബന്ധത്തെക്കുറിച്ചാണ്. 2020-ൽ വന്ന ഈ ഒരൊറ്റ ഐഡിയ AI ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന രീതിയെ അടിമുടി മാറ്റി. എങ്ങനെയെന്നല്ലേ, നമുക്കതിന്റെ കഥയിലേക്ക് കടക്കാം. ദാ ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഒരു സാധാരണ ഫോട്ടോ ആണെന്ന് തോന്നുന്നില്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കാണുന്ന വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരാളെ ഇല്ല. ഇതൊരു AI ഉണ്ടാക്കിയെടുത്ത ചിത്രമാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ആ പേപ്പറിലെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചത്. അപ്പോ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, അതായത് ടിവിയിൽ സിഗ്നൽ പോകുമ്പോൾ കാണുന്ന പോലത്തെ കുറേ കുത്തുകളിൽ നിന്ന് ഇത്രയധികം ഡീറ്റെയിൽസുള്ള, ജീവനുള്ളതെന്ന് തോന്നിക്കുന്നൊരു ചിത്രമുണ്ടാക്കാൻ ഒരു കമ്പ്യൂട്ടറിന് എങ്ങനെയാണ് സാധിക്കുന്നത്? ആ രഹസ്യമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിന്റെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ഒരു ചിത്രം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നതിനു പകരം ഈ AI ആദ്യം പഠിക്കുന്നത് ഒരു ചിത്രം എങ്ങനെ പൂർണ്ണമായും നശിപ്പിക്കാമെന്നാണ്. അതെ, കേട്ടത് ശരിയാണ്. നശിപ്പിക്കുന്നതിലൂടെയാണ് ഇവിടെ ക്രിയേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വിചിത്രമായ പ്രോസസ്സിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഫോർവേഡ് പ്രോസസ്സ്. പേരുപോലെ തന്നെ ഇത് മുന്നോട്ടു പോകുന്നൊരു പ്രക്രിയയാണ്. ഒരു ചിത്രത്തെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്ന ഒരുതരം മാസ്റ്റർ ക്ലാസ്. സംഗതി വളരെ സിമ്പിളാണ്. നല്ലൊരു ചിത്രമെടുക്കുക, എന്നിട്ട് അതിലേക്ക് വളരെ ചെറിയ അളവിൽ കുറച്ച് നോയ്സ് ചേർക്കുക. പിന്നെ എന്തു ചെയ്യും? ഇതേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഒരു തവണ, 2 തവണയല്ല, ഏകദേശം 1000 തവണ. അപ്പോഴേക്കെന്ത് സംഭവിക്കും? ആ ചിത്രം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. പകരം നോയ്സ് മാത്രം ബാക്കിയാവും. ഈ സ്ലൈഡിലൊന്ന് നോക്കിയാൽ ആ മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാം. കണ്ടോ? 0-ൽ നിന്ന് 1000-ലേക്ക് എത്തുമ്പോഴേക്കും ചിത്രം പതിയെ പതിയെ എങ്ങനെയാണ് മാഞ്ഞുപോകുന്നതെന്ന്. ഇതൊരു വെറും നശീകരണമല്ല കേട്ടോ. ഓരോ സ്റ്റെപ്പിലും എത്രത്തോളം നോയ്സ് ചേർക്കണം എന്നൊക്കെ AIക്ക് കൃത്യമായ കണക്കുണ്ട്. ഇതിനെപ്പറ്റി ആ പേപ്പർ എഴുതിയവർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ചിത്രത്തിലെ സിഗ്നൽ, അതായത് അതിലെ ഇൻഫർമേഷൻ പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ നോയ്സ് ഇങ്ങനെ ചേർത്തുകൊണ്ടേയിരിക്കും. വളരെ ടെക്നിക്കലായി തോന്നാമെങ്കിലും ആശയം ലളിതമാണ്. ചിത്രം മായുന്നതുവരെ നോയ്സ് ചേർക്കുക, അത്രയുള്ളൂ. ശരി, അപ്പം നമ്മളൊരു ചിത്രം നശിപ്പിച്ച് നോയ്സാക്കി മാറ്റി. ഇനിയെന്ത്? ഇവിടെയാണ് ശരിക്കുള്ള മാജിക് സംഭവിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തെയാണ് റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനിയാണ് AIയുടെ യഥാർത്ഥ കഴിവ് നമ്മൾ കാണാൻ പോകുന്നത്. മുന്നോട്ടു പോയ അതേ 1000 സ്റ്റെപ്പുകൾ പിന്നോട്ട് വരണം. അതായത് ശുദ്ധമായ നോയ്സിൽ നിന്ന് തുടങ്ങി ഓരോ സ്റ്റെപ്പിലും എന്ത് നോയ്സാണ് മുമ്പ് ചേർത്തതെന്ന് കറക്റ്റായി ഊഹിച്ച് അതിനെ എടുത്തുമാറ്റണം. അങ്ങനെ 1000 സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ ഒരു പെർഫെക്റ്റ് ചിത്രം തിരികെ കിട്ടണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, AI ഒരു ചിത്രം 0-ൽ നിന്ന് വരയ്ക്കുകയല്ല ചെയ്യുന്നത്. പകരം നോയ്സ് കൊണ്ട് അഴുക്കായ ഒരു ക്യാൻവാസ് വൃത്തിയാക്കുകയാണ്. ഓരോ ഘട്ടത്തിലും കുറച്ച് നോയ്സ് വീതം ഭംഗിയായി തുടച്ചുമാറ്റുന്നു. ഡിഫ്യൂഷൻ മോഡലുകൾ എന്ന ആശയം മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പേപ്പർ ഒരു വലിയ മുന്നേറ്റം നടത്താൻ കാരണം അതിന്റെ സമീപനത്തിലെ ചെറിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടാണ്. ഇവിടെയാണ് ഈ ഗവേഷണത്തിലെ ബ്രില്യൻസ്. പഴയ രീതി എന്തായിരുന്നു? ഓരോ സ്റ്റെപ്പിലും അടുത്തതായി വരാൻ പോകുന്ന കുറച്ചുകൂടി ക്ലിയറായ ചിത്രം എങ്ങനെയിരിക്കുമെന്ന് പ്രവചിക്കുക. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്നാൽ ഈ ഗവേഷകർ എന്തു ചെയ്തു? അവർ പറഞ്ഞു, അടുത്ത ചിത്രം പ്രവചിക്കാൻ നിൽക്കണ്ട, പകരം ആ സ്റ്റെപ്പിൽ നമ്മൾ ചേർത്ത നോയ്സ് എന്താണെന്ന് മാത്രം പ്രവചിച്ചാൽ മതി. ഇത് ആ വലിയ പ്രശ്നത്തെ വളരെ സിമ്പിളാക്കി മാറ്റി. ഇതൊരു ഗംഭീരമായ നീക്കമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ചേർത്ത നോയ്സ് എന്താണെന്ന് AIക്ക് അറിയാമെങ്കിൽ അതിന് ചിത്രത്തിൽ നിന്ന് അങ്ങ് കുറച്ചാൽ മതിയല്ലോ. അതോടെ ചിത്രം കുറച്ചുകൂടി ക്ലിയർ ആകും. വളരെ ലളിതം, എന്നാൽ അത്രയും തന്നെ പവർഫുള്ളായൊരു സൊല്യൂഷൻ. അപ്പോൾ ഈയൊരു സിമ്പിൾ ഐഡിയ എങ്ങനെയുള്ള റിസൾട്ടാണ് കൊടുത്തത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞെട്ടിക്കുന്ന റിസൾട്ട്സ്. ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന മറ്റെല്ലാ മോഡലുകളെയും കടത്തിവെട്ടുന്ന ചിത്രങ്ങളാണ് ഇതുണ്ടാക്കിയത്. വെറുതെ പറയുന്നതിലും നല്ലത് ആ റിവേഴ്സ് പ്രോസസ്സ് ഒന്ന് നേരിട്ട് കാണുന്നതല്ലേ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, വെറും നോയ്സിൽ നിന്ന് ഒരു ചിത്രം രൂപം കൊള്ളുന്നത് കാണാൻ റെഡിയായിക്കോളൂ. ദാ പ്രോസസ്സ് തുടങ്ങി. 1000-ൽ നിന്ന് നമ്മൾ പിന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 200 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. നോക്കൂ, ആ നോയ്സിന്റെ ഇടയിൽ എന്തോ ഒരു രൂപം പതുക്കെ തെളിഞ്ഞു വരുന്നത് കാണാനില്ലേ? ഇപ്പോൾ നമ്മൾ 600 സ്റ്റെപ്പുകൾ പിന്നിട്ടിരിക്കുന്നു. ചിത്രം കുറച്ചുകൂടി വ്യക്തമായി. നോയ്സ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു പക്ഷിയാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഒടുവിൽ 1000 ഘട്ടങ്ങളും കഴിഞ്ഞു. നോയ്സ് പൂർണ്ണമായും തുടച്ചു നീക്കി അതിമനോഹരമായ ഹൈ ക്വാളിറ്റിയുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിൽ. ഈ റിസൾട്ട്സ് വെറുതെ കാണാനുള്ള ഭംഗി മാത്രമല്ല, കണക്കുകളിലും കിട്ടുമായിരുന്നു.
FID സ്കോർ എന്ന് പറയുന്നത് ചിത്രങ്ങളുടെ ക്വാളിറ്റിയും റിയലിസവും അളക്കാനുള്ളൊരു മാർഗമാണ്. ആ സ്കോർ എത്ര കുറയുന്നോ അത്രയും നല്ലതാണ് ചിത്രം. 3.17 എന്നത് 2020 റെക്കോർഡായിരുന്നു. അവർക്ക് എങ്ങനെ ഈ വിജയം നേടാനായി? ഈ ടേബിൾ നോക്കൂ. മറ്റു പല സങ്കീർണമായ വഴികളും പരീക്ഷിച്ചെങ്കിലും ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടിയത് ഏറ്റവും ലളിതമായ വഴിക്ക് പോയപ്പോഴാണ്. അതായത് നോയ്സിനെ മാത്രം പ്രവചിക്കുക, ലളിതമായ ഒരു ലക്ഷ്യം വയ്ക്കുക. ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് അവർക്ക് ആ റെക്കോർഡ് ബ്രേക്കിംഗ് 3.17 സ്കോർ കിട്ടിയത്. പക്ഷേ ഈ മോഡലിന്റെ കഴിവുകൾ നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ. 2 വ്യത്യസ്ത മുഖങ്ങൾക്കിടയിലൂടെ സ്മൂത്തായി മാറുന്ന വീഡിയോകൾ ഉണ്ടാക്കാനും ആദ്യം ചിത്രത്തിന്റെ വലിയ രൂപങ്ങളുണ്ടാക്കി പിന്നീട് അതിസൂക്ഷ്മമായ ഡീറ്റെയിൽ ചേർക്കാനുമൊക്കെ ഇതിന് സാധിച്ചു. ഇത് അതിന്റെ അപാരമായ ഫ്ലെക്സിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഈ പേപ്പറിന്റെ യഥാർത്ഥ പ്രാധാന്യം അത് നേടിയ റിസൾട്ട്സിലല്ല, മറിച്ച് അത് തുറന്നുകൊടുത്ത പുതിയ സാധ്യതകളിലാണ്. ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മിഡ്ജേണി, സ്റ്റേബിൾ ഡിഫ്യൂഷൻ, ഡാളി പോലുള്ള AI ഇമേജ് ജനറേറ്ററുകളില്ലേ, അവയുടെയെല്ലാം അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പേപ്പറിൽ അവതരിപ്പിച്ച ആശയങ്ങളാണ്. ഇതൊരു പുതിയ AI യുഗത്തിന് തന്നെ തുടക്കം കുറിക്കുകയായിരുന്നു. അപ്പോൾ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് നിർത്താം. നശിപ്പിക്കുന്നതിലൂടെ സൃഷ്ടിക്കാൻ ഒരു മെഷീനെ പഠിപ്പിക്കാമെങ്കിൽ കലയുടെയും ഡിസൈനിന്റെയും ഇനി വരാൻ പോകുന്ന ഡിജിറ്റൽ ലോകത്തിന്റെയും ഭാവിയെ അത് എങ്ങനെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത്? ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.